മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നിങ്ങളുടെ കൂടെ ഇന്നുണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവചനത്തിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് നിങ്ങൾ പോകുവിൻ. ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി അധികാരം കൊടുത്ത് അയക്കുമ്പോൾ പറയാണ്, നഷ്ടപ്പെട്ടു പോയവരെ കണ്ടെത്തുക, അവരുടെ അരികിലേക്ക് പോവുക. പ്രിയപ്പെട്ടവരെ, വിജാതിയരുടെ ഇടയിലേക്ക് നിങ്ങൾ പോകണ്ട, മറ്റാരുടെ അരികിലേക്കും പോകണ്ട. നിങ്ങൾ വേറെ ആരെയും എനിക്ക് വേണ്ടി കൂട്ടണ്ട. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നഷ്ടപ്പെട്ടു പോയവരെ കണ്ടെത്തണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമായത് നഷ്ടപ്പെട്ടു പോയവർ ഒത്തിരി ഉണ്ട് നമ്മുടെ സമൂഹങ്ങളിൽ. സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവരുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവരുണ്ട്, നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അവരെല്ലാം കൂട്ടിച്ചേർക്കാനായിട്ട് ഒരു വിളി കർത്താവ് ഈശോ മിശിഹ നമുക്ക് നൽകുക. അത് പരിശോധിച്ചു നോക്കാം. സഭയെ വിട്ടുകൊണ്ട് പോയിട്ടുള്ളവരെ സഭയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സഭയുടെ ഉന്നത തലം മുതൽ താഴെത്തട്ട് വരെ പരിശോധിച്ചാൽ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നവരെ ചേർത്ത് നിർത്താൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മളൊക്കെ കരുതുന്നവരെ കുറിച്ച് നമ്മൾ പലതും പറഞ്ഞു വരുത്തുകയും അവരൊക്കെ മോശക്കാരായിട്ടും വിമതരായിട്ടും കാണുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. നമ്മുടെ സഭയിലും ഇത് തന്നെയാണ് നടക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ വിമതരെന്ന് പറഞ്ഞുകൊണ്ടും മോശക്കാരെന്ന് പറഞ്ഞുകൊണ്ടും നമ്മൾ ആരെയും മാറ്റി നിർത്തണ്ട. ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കൾ, അവരെ സ്നേഹിച്ച് കൂട്ടിച്ചേർക്കാനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ഇതിനപ്പുറത്തുള്ളതെല്ലാം പൈശാചികമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പിശാച് സഭയിലേക്ക് കയറുന്ന ഈ വഴിയിലൂടെയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ടോ? കരുതൽ നൽകുന്നുണ്ടോ? ചേർത്ത് നിർത്തുന്നുണ്ടോ? നമ്മൾ പരിശോധിക്കണം. അതിനു പകരം മോശക്കാരും വിമതരും എന്ന് പറഞ്ഞ് പലരെയും നമ്മൾ മാറ്റി നിർത്തുന്നത് അത് ദൈവീക പദ്ധതിയല്ല, ഉപരിയായിട്ട് പിശാചിന്റെ പദ്ധതിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കർത്താവ് ഈശോ മിശിഹ പഠിപ്പിച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയവരെ ചേർത്ത് നിർത്താൻ, അവരുടെ അരിയിലേക്ക് ഇറങ്ങിച്ചെല്ലാനാ. എന്തുകൊണ്ട് അവന് നഷ്ടപ്പെട്ടു? അവരുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്നത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഈശോ പഠിപ്പിക്കുന്നത് ഇതാണ് എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ആരും മറന്നു പോകരുത്. അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് അകന്നുപോയവര് ഉണ്ടാവാം. നിന്നോടുള്ള ബന്ധത്തിൽ നിന്ന് മക്കള് മാതാപിതാക്കള് തമ്മില്, അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മില്, ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് അകന്നുപോയിരിക്കുന്ന അവസ്ഥയുണ്ടാകാം. സ്നേഹബന്ധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ, കുടുംബത്തിന്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയുണ്ടാകാം. എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ കൂട്ടിച്ചേർക്കാനായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ നിന്നോട് പറയാ, കുടുംബ ബന്ധങ്ങളിൽ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും അവയെ പരിഹരിക്കാനും നിനക്ക് സാധിക്കണമെന്ന് ഈശോ പറയുകയാണ്. അതുപോലെ നിന്റെ സ്നേഹ കൂട്ടായ്മയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അറിയണം. അവരുടെ അരികിലേക്ക് ഇറങ്ങിച്ചെല്ലാം, അവരെ വീണ്ടെടുക്കണം. എളിമപ്പെടണം പ്രിയപ്പെട്ടവരെ, എളിമപ്പെടണം. എളിമയില്ലാതെ അധികാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഉന്നതിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നതും പറയുന്നതും ഒന്നും ദൈവികമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. നമ്മളാരും പിശാചിന്റെ ഉപകരണങ്ങളായിട്ട് മാറരുത്. നമ്മളൊക്കെ ഈശോയുടെ ഉപകരണങ്ങളായിട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. കരങ്ങളെ യാചനയോടെ പിടിച്ച നമ്മയും നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെല്ലാം ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവര് ഈശോയിലേക്ക് തിരികെ വരട്ടെ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. കർത്താവെ, നഷ്ടപ്പെട്ടു പോയവരെ തിരികെ കൊണ്ടുവരാനുള്ള കൃപയും അഭിഷേകവും ഇവർക്ക് നൽകണമേ. സഭയിലെ കൂട്ടായ്മ വളരട്ടെ, കുടുംബ ബന്ധങ്ങൾ വളരട്ടെ. കർത്താവെ, സ്നേഹബന്ധങ്ങൾ വർദ്ധിക്കട്ടെ. കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ നിന്ന് അശുദ്ധിയും തിന്മകളും ഭിന്നിപ്പിന്റെ ദുരാത്മാക്കളും പൈശാചികതയുടെ എല്ലാ കെട്ടുകളും, രോഗങ്ങള്, തകർച്ചകള്, പീഡങ്ങള്, തടസ്സങ്ങള് മുഴുവനും ദിവികാരുണ്യത്താൽ ബന്ധിച്ചു നിർവീര്യമാക്കി നരാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.